മഴത്തോരും മുൻപ് എന്ന മനോഹരമായ പരമ്പരയുടെ വളരെ സുപ്രധാനമായൊരു വഴിത്തിരിവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് വളരെയധികം പ്രേക്ഷക പിന്തുണ ലഭിച്ചു. ധാരാളം പേരുടെ പ്രോത്സാഹനജനകമായ കമൻറ്റുകൾ കാണുവാനും കഴിഞ്ഞു. എല്ലാവരോടുമുള്ള ഹൃദ്യമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രോത്സാഹനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് തുടർച്ചയായി വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അലീന സ്വന്തം അച്ഛൻ്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വീട്ടിൽ തുടർന്നുള്ള അന്തരീക്ഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകാം. സ്വന്തം മകൾക്ക് നൽകുന്ന സ്നേഹവും വാത്സല്യവും നൽകി സ്വന്തം എന്ന പോലെ ചേർത്ത് പിടിച്ച ബാലചന്ദ്ര മേനോൻ അലീനയെ മനസ്സില്ലാ മനസ്സോടെ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ വേർപിരിഞ്ഞിരിക്കുകയാണ്. കടപ്പാട്ടൂരെ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കുവാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് അലീന എത്തിച്ചേർന്നതോടെ ബാലചന്ദ്ര മേനോൻ തന്നെ അലീനയുടെ സ്വന്തം അച്ഛനെ കണ്ടെത്തുകയും ഒടുവിൽ ഹൃദയം മുറിക്കുന്ന വേദനയോടെ കുളത്തുപുഴയുള്ള അവളുടെ സ്വന്തം അച്ഛൻ്റെ ബംഗ്ലാവിൽ കൊണ്ടുവന്ന് അവളെ ആക്കുകയും ചെയ്തു. തുടർന്ന് ഹൃദയഭേദകമായ വേദനയോടുകൂടി ബാലചന്ദ്ര മേനോൻ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ച് ആ വീട്ടിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ നിറകണ്ണുകളോടുകൂടി അലീന ആ കാഴ്ച ദയനീയമായി നോക്കി നിന്നു. അലീനയുടെ ജീവിതത്തിലെ ഒരു രണ്ടാം ഊഴം ഇവിടെ ആരംഭിക്കുകയാണ്. ബാലചന്ദ്ര മേനോന്റെ കാറ് കാണാമറയത്തെത്തി. അലീന സാരി തലപ്പ് കൊണ്ട് കണ്ണും കവളും ഒപ്പിയിട്ട് ചുറ്റുമൊന്നു നോക്കി. 4-5 പെട്ടികൾക്കും ബാഗുകൾക്കും ഇടയിൽ നിൽക്കുകയാണ് താൻ. ദീർഘയാത്രക്കിടയിൽ അപരിചിതമായ ഏതോ ഒരു സ്ഥലത്ത് സഹയാത്രികൾ ഇറക്കിവിട്ട ഒരു യാത്രക്കാരിയെപ്പോലെ ഒരു നിമിഷം അന്താളിച്ചു പോയി അവൾ. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് സ്റ്റാൻലി ജോസഫ് പരിചാരകർക്ക് എന്തോ നിർദ്ദേശം നൽകുന്നത് അവൾ കണ്ടു. അനുസരണയോടെ തലയാട്ടിയിട്ട് 2 പേർ തൻ്റെ നേർക്ക് നടന്നു വരുന്നു. ആൻഡപ്പനും ബൈജുവുമായിരുന്നു അത്. തൻ്റെ ലഗേജ് എടുക്കുവാൻ വേണ്ടി സ്റ്റാൻലി ജോസഫ് പറഞ്ഞയച്ചതാണെന്ന് അവൾക്ക് ക്ഷണത്തിൽ മനസ്സിലായി. ആ അച്ഛൻ സ്വന്തം മകളുടെ അടുത്തേക്ക് ഇറങ്ങി വരികയില്ല. ഇതുവരെ സംരക്ഷിച്ചിരുന്നവരിൽ നിന്നെല്ലാം വേർപെടുത്തപ്പെട്ട് വേദനിച്ച് നിൽക്കുന്ന ആ മകളോട് ഒരാശ്വാസ വാക്കു പറഞ്ഞ് ഇനി നിനക്ക് ഞാനുണ്ട് എന്ന് സാന്ത്വനിപ്പിച്ച് അദ്ദേഹം വീടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയുമില്ല. മകളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പെട്ടിയോ ബാഗോ എടുത്തുകൊണ്ട് ഒരു കൈ സഹായിക്കുകയുമില്ല. കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം. അലീനയ്ക്കും വാശിയായി. കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ള ഒരു സൂട്ട്കേസും ട്രോളി ബാഗും അവൾ തൂക്കിയെടുത്തു. അതുമായി പൂമുഖത്തേക്ക് നടന്നു. ആൻഡപ്പൻ തിടുക്കപ്പെട്ടു വന്ന് അവളോട് പറഞ്ഞു, അതവിടെ വെച്ചേക്ക് കുഞ്ഞെ, ഞങ്ങൾ എടുത്തോളാം. വേണ്ട, ഇതെനിക്ക് ചുമക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ആൻഡപ്പനും ബൈജുവും ബാക്കിയുള്ള ലഗേജുകളുടെ അടുത്തേക്ക് നീങ്ങുന്നത് കണ്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. എൻ്റെ പെട്ടിയും ബാഗും വേറെ ആരും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതവിടെ വെച്ചേക്ക്, അതെടുക്കരുത്. ആൻഡപ്പനും ബൈജുവും അമ്പരന്ന് പരസ്പരം നോക്കി. അലീന ആ ലഗേജുകൾക്കടുത്ത് തന്നെ നിലയുറപ്പിച്ചു. അവൾ ആ ഭാരവും താങ്ങി സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ സ്റ്റാൻലി ജോസഫ് ചെറിയൊരു ശാസന കലർത്തി അവളോട് പറയുകയാണ്, എന്തിനാ ഇതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത്? ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. അതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സാരമില്ല, ഇതെനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം ഞാനൊരു സെർവൻറ്റിൻ്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് നല്ല പരിചയമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് തന്നെ സംശയം തോന്നി, തൻ്റെ വാക്കുകളിൽ അദൃശ്യമായൊരു മുനയുണ്ടായിരുന്നോ എന്ന്. അതവിടെ വെച്ചേക്ക്, സ്റ്റാൻലി ആശ്ചര്യത്തോടെ വീണ്ടും പറയുകയാണ്. അലീന അത് താഴെ വെക്കാൻ കൂട്ടാക്കാതെ തൂക്കി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വീണ്ടും. സ്റ്റാൻലി മുറ്റത്തേക്ക് നോക്കി. തുടർന്ന് ആൻഡപ്പനെയും ബൈജുവിനെയും ശകാരിക്കുന്നുണ്ട്. നിങ്ങളവിടെ എന്ത് ചെയ്യുകയാണ്? സ്വപ്നം കണ്ടു നിൽക്കുകയാണോ? ആ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പട്ടാള മേധാവിയുടെ ഉത്തരവ് കേട്ടതുപോലെ അവർ 2 പേരും ഉടനടി ലഗേജ് ചാടിയെടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കണ്ടുകൊണ്ട് അലീന, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ പെട്ടിയും ബാഗും തുടരുതെന്ന്? പിന്നെ എന്തിനാ അതെടുത്തത്? അലീന അല്പം നീരസത്തിലായിരുന്നു. ബൈജുവും ആൻഡപ്പനും ധർമ്മസങ്കടത്തിലായി. കേണൽ സാബ് പെട്ടിയെടുക്കുവാൻ പറയുന്നു, ഈ യുവതിയാണെങ്കിൽ അത് താഴെ വെക്കുവാനും പറയുന്നു. ഏതാണ് അനുസരിക്കേണ്ടത്? അലീന തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി. അവൾ ആൻഡപ്പൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. ആൻഡപ്പൻ ദയനീയമായി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ സ്റ്റാൻലി, ചെന്ന് കാണിച്ചു കൊടുക്ക്. ആൻഡപ്പൻ പെട്ടിയും തൂക്കി നടക്കുവാൻ ഭാവിച്ചപ്പോൾ അലീന പറഞ്ഞു, അതവിടെ വെച്ചിട്ടു വാ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ആൻഡപ്പൻ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അലീനയ്ക്ക് മുൻപിൽ നടന്നു. അയാളുടെ പിന്നാലെ ഇടനാഴിയിലൂടെ നീങ്ങുമ്പോൾ അലീന തിരിഞ്ഞു നോക്കി. കേണൽ അദ്ദേഹം ഒരു ബാഗ് എടുത്ത് പിന്നാലെ വരുന്നുണ്ടോ എന്നായിരുന്നു നോക്കിയത്. പക്ഷേ ഇല്ല, അദ്ദേഹം ഉത്തരവിടുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആൻഡപ്പൻ അലീനയുടെ മുറി കാണിച്ചു കൊടുത്തു. രാജധാനികളിലെ കിടക്കറ പോലെ കമനീയമായി അലങ്കരിച്ചൊരു മുറി. നീളമോ വീതിയോ ഏതാണ് കൂടുതലെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത ഫോം ബെഡ്, ഫാൻ, AC, TV, സോഫ, അലമാരി, മേശ, സെറ്റി, വാർഡ്രോബ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡപ്പൻ പറയുകയാണ്, ഇതിവിടുത്തെ ഗസ്റ്റ് റൂമാണ്. അലീന അത് കേട്ടിട്ട് തിരിച്ചുപോയി സിറ്റൗട്ടിലിരുന്ന ലഗേജ് തൂക്കിയെടുത്തു. എല്ലാം കൊണ്ടുവന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും 4-5 നായ്ക്കൾ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവറ്റകൾ മുറിയിലേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ നിന്നു.
താൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്റെ പിന്നാലെ വരികയും എന്നാൽ റൂമിനുള്ളിലേക്ക് കയറാതെ വാതിൽക്കൽ മാത്രം കാത്തു നിൽക്കുകയും ചെയ്യുന്ന നായകളെ കണ്ടുകൊണ്ട് അലീന ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, ഗസ്റ്റ് റൂമിൽ കയറരുത് എന്ന് സൈനിക മേധാവിയുടെ ഉത്തരവുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത്. അലീന സൂട്ട് കേസ് നിലത്ത് കുത്തി നിർത്തിയിട്ട് അതിന്മേലിരുന്നു. തന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. ആരോടൊക്കെയോ ദേഷ്യവും വാശിയും തോന്നുന്നു. ഈ പുതിയ അച്ഛന്റെ രൂപവും സ്നേഹശൂന്യമെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റവും കണ്ടിട്ടാണോ? ഈ വീടും പരിസരവും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ടവരെ വേർപെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ടാണോ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോയാൽ മതിയെന്നൊരു മനോഭാവം ഇപ്പോഴേ തൻ്റെ ഉള്ളിൽ രൂപമെടുത്ത് കഴിഞ്ഞുവോ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ താൻ. അലീനയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. വാതിക്കൽ നിന്ന് ഒരു നായ മൂളിയും മുരണ്ടും ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അലീന കൈകാട്ടി അവനെ വിളിച്ചു. ചാടി കിതച്ച് അവൻ അകത്തേക്ക് കയറി. നിങ്ങളോട് എനിക്ക് പിണക്കമൊന്നുമില്ല കേട്ടോ. അവൾ അവൻ്റെ തലയിൽ മെല്ലെ തഴുകി. നായ അവളുടെ മുഖത്ത് മുഖമുരുമി സ്നേഹം പ്രകടിപ്പിച്ചു. ടോമി! കനത്ത വിളിയൊച്ച കേട്ടിട്ട് നായയും അലീനയും പെട്ടെന്ന് ഞെട്ടി മുഖമുയർത്തി. വാതിക്കൽ സ്റ്റാൻലി ജോസഫ്. അലീന എഴുന്നേറ്റ് നിന്നു. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്തേക്ക് കയറാൻ? കമ്മിയർ! നായ ഉടൻ കുതിച്ചു മുറിക്കകത്തൊന്ന് പുറത്തു ചാടി. കേണലിന്റെ കാൽച്ചുവട്ടിൽ ചെന്നിട്ട് തിരിഞ്ഞ് അലീനയെ ഒന്നുകൂടി അവൻ നോക്കി. സ്റ്റാൻലി മുറിയിലേക്ക് കയറി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ റൂം അറേഞ്ച്മെന്റ് ഒക്കെ? അപ്പോൾ അലീന, ഗസ്റ്റ് റൂം അല്ലേ ഇത്? അതിങ്ങനെ തന്നെ വേണം. വലിയ ആൾക്കാരൊക്കെ വന്ന് താമസിക്കേണ്ടതല്ലേ. കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു ചെറിയ മുറി മതി. ഒരു കട്ടിലും പായയും തലയണയും. ഇത്രമാത്രം കൊണ്ട് ഞാൻ സംതൃപ്തയാവും. അപ്പോൾ ശബ്ദമില്ലാത്തൊരു ചിരിയോടുകൂടി സ്റ്റാൻലി പറയുകയാണ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ മുറി. ഓ തമാശ. അത് പറഞ്ഞുകൊണ്ട് ചിരിക്കാതെ അലീന നിൽക്കുകയാണ്. ആൻഡോ! സ്റ്റാൻലി അല്പം ഉറക്ക വിളിച്ചു. 4 നിമിഷങ്ങൾക്കുള്ളിൽ ഓർഡർലി ഓടിയെത്തി. അറ്റൻഷനായി. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി ഈ വീടെല്ലാം കാട്ടിക്കൊടുക്കണം. ഇവൾക്കിവിടെ ഒരു പരിചയവുമില്ലെന്ന് നന്നായിട്ട് അറിയാമല്ലോ. അറിയാം. എന്തൊക്കെയാണ് കാട്ടിക്കൊടുക്കേണ്ടത്? ഇവിടെ വീടും പരിസരവും റൂമുകളൊക്കെ എവിടെയാണെന്നും വാതിലുകൾ എവിടെയാണെന്നും ഒക്കെ ഇതെല്ലാം ഇവൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ? അതെ, കാണിച്ചു കൊടുക്കാം സാബ്. കുട്ടി റെഡിയാണോ? ഉടനെ അലീന പറയുകയാണ്, റെഡിയല്ല. ആ, റെഡിയാകുമ്പോൾ ആൻ്റപ്പനെ വിളിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും ആൻ്റപ്പനെ വിളിച്ചു പറഞ്ഞാൽ മതി. അലീന മൗനമായി നിന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അലീന മെല്ലെ പിറുപിറുത്തു. എന്താവശ്യമുണ്ടെങ്കിലും ആൻ്റപ്പനെ വിളിച്ചാൽ മതിയെന്ന്. ഇതെന്തൊരച്ഛനാണ്? കടപ്പാട്ടൂരെ അച്ഛനാണെങ്കിൽ എന്താണ് പറയുക? എൻ്റെ മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. അത് കേൾക്കുമ്പോഴേ മനസ്സ് നിറയും. തൻ്റെ സ്വന്തം അച്ഛൻ ഇല്ലാതിരുന്നിട്ടും എന്തൊരു വാത്സല്യമായിരുന്നു തന്നോട്. അതോർത്തപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് കടപ്പാട്ടൂരേക്ക് തന്നെ തിരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. ഇവിടെയാണെങ്കിൽ ഒരു പടച്ചട്ടയ്ക്കുള്ളിൽ നിന്നും ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി വീട് കാട്ടിക്കൊടുക്ക്, അവിടെ കാട്ടിക്കൊടുക്ക്, ഇവിടെ കാട്ടിക്കൊടുക്ക്. കുട്ടി ഇതെൻ്റെ മോളാണ്, ഇവൾക്കൊരു കുറവും വരാതെ നോക്കിക്കൊള്ളണം എന്നല്ലേ പറയേണ്ടത്? കടപ്പാട്ടൂരെ അച്ഛനായിരുന്നുവെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചും പറഞ്ഞും തരുമായിരുന്നു. അലീന ഡ്രസ് മാറുവാൻ വേണ്ടി ബാഗ് തുറന്നു. അപ്പോഴാണ് ബബിത തന്നയച്ച ട്രോളി ബാഗിന്റെ കാര്യം ഓർത്തത്. അവൾ അത് ഉരുട്ടി അലമാരയ്ക്ക് അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് തുറന്നു നോക്കി. നിറയെ തുണിത്തരങ്ങൾ. സാരി, ചുരിദാറ്, സെറ്റുമുണ്ട്, നൈറ്റി, ജീൻസും ടീഷർട്ടും, ദാവണി എല്ലാം 2ഉം 3ഉം വീതമുണ്ട്. അലീന അതെല്ലാം കൂടി വാരിയെടുത്ത് നെഞ്ചോട് അടുക്കി പിടിച്ച് ഒന്ന് വട്ടം കറങ്ങി. ബബിതയെ കെട്ടിപ്പിടിച്ച പോലത്തെ ഒരു ഓർമ്മയിൽ അല്പസമയം അവൾ അനങ്ങാതെ നിന്നു. ഒരു നിമിഷത്തിന് ശേഷം ലഗേജ് അടുക്കുവാൻ ഒരു സ്ഥലം അലീന തിരഞ്ഞു. അലമാര തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിരവധി തുണിത്തരങ്ങൾ എല്ലാം ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ചില പ്ലാസ്റ്റിക് കൂടുകൾ തുറക്കുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ അലമാരത്തട്ടിൽ അടക്കി വെച്ചിരിക്കുന്നു. അലീന പോയി വാതിൽ അടച്ചിട്ട് തിരികെ വന്ന് ഡ്രസ്സ് മാറി. അലമാരിയിൽ കണ്ട ചില ചുരിദാറുകളും നൈറ്റികളും അവൾ എടുത്ത് മാറി മാറി അണിഞ്ഞു നോക്കി. അവളുടെ ദേഹത്തവയെല്ലാം അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഒന്നും തനിക്ക് പാകമല്ല. നൈറ്റികൾ നിലത്തുകൂടി ഇഴഞ്ഞു. 24 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെന്ന് കേട്ടയുടനെ കേണൽ ഉത്തരവിട്ട് കാണും, പോയി ഒരു ജൗളിക്കട വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ. ഇവിടുത്തെ ജോലിക്കാരായിരിക്കണം ഡ്രസ്സ് എടുത്തിരിക്കുക. അവർ 24 വയസ്സുള്ള ഒരു തടിച്ചിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവും. അലീന അലമാരിയുടെയും വാർഡ്രോബിന്റെയും അടിത്തട്ടുകളിൽ തന്റെ ലഗേജ് ക്രമീകരിച്ചു. ബബിത കൊടുത്ത പെട്ടിയിലുണ്ടായിരുന്ന ദാവണിയും പാവാടയും അവൾ മാറി ധരിച്ചു. ചുമരിൽ കണ്ട ഒരു ഡോർ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. വിശാലമായ ബാത്റൂം. അലീന അതിശയത്തോടുകൂടി കുളിമുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു കട്ടിലും കൂടി പിടിച്ചിട്ടാൽ ഒരാൾക്ക് താമസിക്കാം. അലമാരയും കസേരയും സ്റ്റൂളും ഒക്കെ അതിനകത്തുണ്ട്. അടുത്തതായി കാണുന്ന കാഴ്ച കാർ ഷെഡിലിരുന്ന് ആൻ്റപ്പനും ബൈജുവും സംസാരിക്കുന്നതാണ്. അലീനയാണ് സംഭാഷണ വിഷയം. എത്ര തല പുകഞ്ഞാലോചിച്ചിട്ടും അവൾ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. ബൈജു പറയുന്നുണ്ട്, അവർ വന്ന വണ്ടി കോട്ടയം രജിസ്ട്രേഷനാണ്, അതെനിക്കറിയാം. ഈ പെണ്ണിനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരിക്കും മുൻപൊരു തവണ അയാൾ വന്നിട്ട് പോയത്. ആൻ്റപ്പൻ ബാലചന്ദ്രനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ ബൈജു വീണ്ടും പറയുകയാണ്, നമ്മളാരും ഇത്രയും നാളും കണ്ടിട്ടില്ലാത്തൊരു പെണ്ണ്. പക്ഷേ
ആ പെണ്ണിന് മുതലാളിയുടെ ടാനിയാമോളുടെ ഒരു ലുക്കുണ്ട്. അതെനിക്കും തോന്നി. എനിക്ക് തോന്നുന്നത് കേണൽ സാബിൻ്റെ ഇളയമ്മമാരുടെയോ ആൻറ്റിമാരുടെയോ അങ്ങനെ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട കൊച്ചായിരിക്കുമെന്നാണ്. ആൻ്റപ്പൻ ഇത് പറയുമ്പോൾ ബൈജു വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എങ്കിൽ ഇത്ര നാളും അത് എവിടായിരുന്നു ചേട്ടാ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ആ പെണ്ണിന് ഇവിടെ ആരെയെങ്കിലും പരിചയമുണ്ടോ? അതുമില്ല. ആൻ്റപ്പൻ ചേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ആ പെണ്ണിന് മുതലാളിയുമായിട്ട് പോലും ഒരു പരിചയവുമില്ല. മുതലാളി പെട്ടിയെടുക്കാൻ പറയുമ്പോൾ ആ പെണ്ണ് നേരെ വിപരീതമാണ് പറയുന്നത്. അതും ശരിയാണ്. കേണൽ സാബിനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഒരു പെരുമാറ്റം. അവർ തമ്മിൽ ബന്ധുക്കളാണെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അകന്ന ബന്ധത്തിലുള്ളതായിരിക്കണം. ആൻഡോ ചേട്ടൻ എന്തായി പറയുന്നേ? അകന്ന ബന്ധത്തിലുള്ളൊരു പെങ്കൊച്ചിനെ മുതലാളി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നിർത്തുവോ? അതും ശരിയാണല്ലോ. പക്ഷെ ആരുമല്ലെങ്കിൽ കേണൽ സാബ് ഇത്ര വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തുവോ? കാറ്, AC, TV, ഫ്രിഡ്ജ്, കട്ടില്, കിടക്ക. ചീത്ത കേട്ടത് മുഴുവനും നമ്മൾ. ആ പെണ്ണിന്റെ രീതി എനിക്കത്ര പിടിച്ചിട്ടില്ല കേട്ടോ ആൻ്റപ്പൻ ചേട്ടാ. വന്നപ്പോഴേ ഒരു ഉടക്കൻ മട്ട്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ അലീനയുടെ രൂപം നീളൻ വരാന്തയിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടെ രണ്ടുപേരുടെയും സംഭാഷണം നിന്നു. ബൈജുവിനോട് ആൻ്റപ്പൻ പറയുകയാണ്, എന്നെ തിരക്കി ഇറങ്ങിയതായിരിക്കും. വീടും പരിസരവും കാട്ടിക്കൊടുക്കണമെന്ന് കേണൽ സാബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അപ്പോൾ ബൈജു, ഞാനും വരാം. ആൻ്റപ്പൻ്റെ പിറകെ ബൈജുവും അലീനയുടെ അടുക്കലേക്ക് ചെന്നു. അലീന അവരെ ഒന്ന് നോക്കിയിട്ട് മിണ്ടാതെ നടന്നു. അവൾ നടക്കുന്ന ദിക്കിലേക്ക് തന്നെ അവളുടെ 4 അടി പിറകിലായി അവരും നടന്നു. അവൾ നിന്നപ്പോൾ അവരും നിന്നു. അലീന പ്രാക്കൂടിന് നേരെയാണ് നോക്കുന്നത്. 100 കണക്കിന് പ്രാവുകൾ പ്രാക്കൂടിന്റെ മേൽക്കൂരയിലും മറ്റുമായിരിക്കുന്നു. അപ്പോൾ ആൻ്റപ്പൻ പറയുകയാണ്, അത് പ്രാവിനുള്ള കൂടാരമാണ്. അത് കേട്ടുകൊണ്ട് ആൻ്റപ്പൻ്റെ മുഖത്ത് നോക്കി അലീന ഒന്ന് ചിരിച്ചു. അപ്പോൾ ബൈജു, ഈ ആൻ്റപ്പൻ ചേട്ടൻ്റെ ഒരു കാര്യം, ഇനിയിപ്പോൾ പട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പട്ടിയാണെന്ന് പരിചയപ്പെടുത്തുവോ ആവോ? അലീന പുറത്തേക്കിറങ്ങി നടന്നപ്പോൾ ആൻ്റപ്പനും ബൈജുവും അലീനയെ പിന്തുടർന്നു. ആൻ്റപ്പൻ പറയുകയാണ്, ഈ വീടും വളപ്പും 2.5 ഏക്കറാ. ഉടനെ അലീന തിരിഞ്ഞ് ആൻ്റപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ അടുത്തൊന്നും വേറെ വീടുകളൊന്നുമില്ലേ? ഉണ്ട്, പക്ഷേ ഗേറ്റ് കടന്നു പോകണം, മതിലിന് വെളിയിലാ. അങ്ങോട്ട് നോക്ക്. ആൻ്റപ്പൻ ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് അലീന നോക്കി. ആ കാണുന്നതാണ് കേണൽ സാബിൻ്റെ തോട്ടം. പുതിയ റബ്ബറാ, 150 ഏക്കറാണ്. ഉടനെ ഒരു സൂത്രഭാവത്തിൽ ബൈജു ചോദിക്കുകയാണ്, കൊച്ചമ്മയുടെ പേരെന്താണെന്ന് മുതലാളി ഞങ്ങളോട് പറഞ്ഞില്ല. കൊച്ചമ്മയോ? ഞാൻ കൊച്ചമ്മയൊന്നുമല്ല. എൻ്റെ പേര് അലീന. അലീന എന്ന് വിളിച്ചാൽ മതി. മുതലാളിയുടെ ആരായിട്ട് വരും? അത് മുതലാളിയോട് തന്നെ ചോദിച്ചാൽ പോരെ? അല്ല, ഞങ്ങളിതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരുമാതിരി സ്വന്തക്കാരെയൊക്കെ ഞങ്ങൾക്കറിയാം. ആ വാക്കുകൾക്ക് അലീന തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും ബൈജു എടുത്തു ചോദിക്കുകയാണ്, എവിടുത്തുകാരിയാ? ആരാ? എന്താ? ആരും ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പേര് അലീന. പിന്നെ കഴക്കൂട്ടത്തെ ഒരു അനാഥാലയത്തിലാണ് ജനിച്ചത്. ജനിച്ചപ്പോൾ മുതൽ 23 വർഷം അവിടെയാണ് ജീവിച്ചത്. പിന്നെ കുറച്ചു കാലം ഒരിടത്ത് വീട്ടുജോലിക്ക് നിന്നിട്ടുണ്ട്. ആൻ്റപ്പനും ബൈജുവും അന്തം വിട്ട് പരസ്പരം നോക്കി. ഇതെന്തൊരു മറിമായം! ഒരു അനാഥ പെണ്ണിന് വേണ്ടിയാണോ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് ഈ ബ്രഹ്മാണ്ഡ ഒരുക്കങ്ങളെല്ലാം നടത്തിയത്? അതും ഒരു വീട്ടുജോലിക്കാരി. ആൻ്റപ്പൻ അതിശയോക്തിയോടുകൂടി ചോദിക്കുകയാണ്, വീട്ടുജോലി എന്ന് വെച്ചാൽ? വീട്ടുജോലി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? മുറ്റമടിക്കണം, വീട് തൂത്തു തുടയ്ക്കണം, വിഴുപ്പലക്കണം, ചോറും കറിയും വെക്കണം, എച്ചിൽ പാത്രങ്ങൾ കഴുകണം, അങ്ങനെ കുറേ ജോലികൾ. അലീന ഇത് ചെറിയ ചിരിയോടെ പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും മുൻപോട്ട് നടന്നു. എന്നാൽ ആൻ്റപ്പനും ബൈജുവും അവളുടെ പിന്നാലെയുള്ള നടപ്പ് അതോടെ നിർത്തി. തുടർന്ന് കാണുന്നത് കടപ്പാട്ടൂരെ രംഗങ്ങളാണ്. മനുശങ്കറും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ കടപ്പാട്ടൂർ വീട് ശോകമൂകതയിൽ ആഴ്ന്നു പോയനെ. ബാലചന്ദ്രമേനോനും അലീനയും പോയി കഴിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ തങ്ങി. ഉച്ചയ്ക്ക് മനുശങ്കർ മുൻകൈയെടുത്ത് ബബിതയെ കൊണ്ട് ഊണുളമ്പിച്ചു. എല്ലാവരെയും വിളിച്ച് ഊണുമേശയിലെത്തിച്ചു. അവന്റെ സാന്നിധ്യം എല്ലാവർക്കും ആശ്വാസകരമായിരുന്നു. എങ്കിലും രോഹിത്തിന്റെയും കൃഷ്ണജയുടെയും ബബിതയുടെയും മനസ്സിൽ ഒരു നിരാശ പടർന്നിട്ടുണ്ടെന്ന് മനുശങ്കറിന് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് മാറുവാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നും അവൻ അറിയാമായിരുന്നു. ഇതുവരെ എന്തിനും ഏതിനും അവർക്കൊരു അത്താണിയുണ്ടായിരുന്നു. അവരെ സ്നേഹപൂർവ്വം ശാസിക്കാൻ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാൻ, ഉത്സാഹവും ആത്മവിശ്വാസവും നൽകി അവരെ നയിക്കുവാൻ, അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുവാൻ, അവരുടെ ദേഷ്യവും സങ്കടവും ഏറ്റുവാങ്ങുവാൻ ഇതുവരെ ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. അവൾ അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചിരുന്നു. അവരവളിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരുന്നു. ആ വീട്ടിനുള്ളിൽ തെളിഞ്ഞു പ്രകാശിച്ചിരുന്ന വെളിച്ചം വീട് വിട്ടുപോയിരിക്കുന്നു. ഇപ്പോഴവിടെ ഒരു ശൂന്യതയാണ് കാണുന്നത്. ഇനി താൻ ഈ വീട്ടിലേക്ക് കൂടെ സന്ദർശനത്തിനായിട്ട് വരുമോ? മനുശങ്കർ തന്നെത്താൻ വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. അലീനയില്ലാത്ത ഈ വീട്ടിലേക്ക് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് നിരാശ കൊണ്ട് മൂടിപ്പോവുകയാണ്. അവളുടെ കണ്ണുകളിലെ കർപ്പൂരക്കുളിരിൽ അലിയുവാൻ, അവളുടെ പുഞ്ചിരിയുടെ പ്രകാശമേൽക്കുവാൻ, അവളുടെ സ്നേഹവാക്കുകളിൽ മതിമറന്ന് രസിക്കുവാൻ, മനുവേട്ട എന്നുള്ള വിളി കേട്ട് ആത്മഹർഷം പോകുവാൻ. അതിനുവേണ്ടിയല്ലേ താൻ ഈ വീട്ടിലേക്ക് മാസത്തിൽ 2 തവണയെങ്കിലും എത്തിക്കൊണ്ടിരുന്നത്? മനുവിൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കൃഷ്ണജ വളരെ പ്രത്യാശയോടെ ചോദിക്കുകയാണ്,
എവിടൊക്കെ പോയാലും അലീന ചേച്ചി അവസാനം ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലേ മനുവേട്ട? അതിന് മനുവിൻ്റെ അസന്നിഗ്ധമായ മറുപടി, തീർച്ചയായും അവൾ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും. അവൾ ഈ കുടുംബത്തിലെയാണെന്നും ഒടുവിൽ അവൾ ഇവിടെ തന്നെ വന്നു ചേരേണ്ടവളാണെന്നും തനിക്കല്ലേ അറിയൂ എന്നും അവൻ അപ്പോൾ ഓർത്തു. ബാലചന്ദ്രമേനോൻ തിരിച്ചെത്തിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. മുറ്റത്ത് കാറിന്റെ ഒച്ച കേട്ടതേ ബബിത ഓടി സിറ്റൗട്ടിലെത്തി. രോഹിത്തും കൃഷ്ണജയും അതിനു മുൻപേ വന്നു. മനുശങ്കർ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാറിനുള്ളിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. അച്ഛനോടൊപ്പം അലീന ചേച്ചി തിരിച്ചെത്തിയിട്ടുണ്ടോ? അച്ഛൻ കൊണ്ടുപോയി പുതിയ സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ട് തിരികെ കൊണ്ടുവന്നുകൂടായികയില്ല. 1-ാം തീയതിയോ മറ്റോ പുതിയ ജോലികൾ പ്രവേശിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. എന്നാൽ ബാലചന്ദ്രമേനോൻ ഡോർ തുറന്നപ്പോൾ കാറിനുള്ളിലെ ലൈറ്റ് തെളിഞ്ഞു. അകത്ത് മറ്റാരുമില്ലെന്ന് കണ്ടതോടെ എല്ലാവരുടെയും മുഖം മങ്ങി. ബാലചന്ദ്രമേനോൻ പ്രകാശമില്ലാത്തൊരു മന്ദഹാസത്തോടെ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇന്നെന്താ എല്ലാവരും കൂടി സിറ്റൗട്ടിൽ കാവലിരിക്കുന്നത്? അപ്പോൾ ബബിത, ഏയ് കാവലൊന്നുമല്ല, കാറിന്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്നതാണ്. അല്ല, അങ്ങനെ ഒരു പതിവില്ലല്ലോ. അച്ഛൻ വലിയ വാചകമൊന്നും അടിക്കണ്ട, അലീന ചേച്ചിയെ കൊണ്ടുപോയി വിട്ടോ? കൊള്ളാം, അതിനല്ലേടി ഞാൻ പോയത്. അപ്പോൾ രോഹിത്തിന്റെ ചോദ്യം, എവിടെയാ അലീന ചേച്ചിയെ കൊണ്ടുപോയി വിട്ടത്? ഇനിയെങ്കിലും ഞങ്ങളോട് അതൊന്ന് പറഞ്ഞുകൂടെ? പറയാലോ, കുളത്തുപുഴ എന്ന സ്ഥലത്താണ്. കുളത്തുപുഴയോ? അതെവിടെയാണ്? തൽക്കാലം നിങ്ങൾ അത്രയും അറിഞ്ഞാൽ മതി. അവൾ അവിടെ സമാധാനത്തോടെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അല്ലച്ചാ, എന്ത് ജോലിയാണ് അലീന ചേച്ചിക്ക് അവിടെ? അവിടെ ഒരു റബ്ബർ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റാ. എന്താ പോരെ? അപ്പോൾ കൃഷ്ണജ, അലീന ചേച്ചിയുടെ താമസമൊക്കെ? അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് അവിടെ. അലീന ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ അച്ഛാ? ഇഷ്ടപ്പെട്ടിട്ടാണോ മോളെ? ഇവിടുന്ന് പോകാൻ അവൾക്ക് മനസ്സുണ്ടായിട്ടാണോ പോയത്? വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ രോഹിത് വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ തിരികെ പോന്നപ്പോൾ അലീന ചേച്ചിക്ക് വലിയ വിഷമമായിരുന്നോ? പിന്നെ വിഷമമില്ലാതിരിക്കുവോടാ, കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അച്ഛൻ അപ്പോൾ തന്നെ കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ട് ഇനി പോന്നൂടായിരുന്നോ? ഈ അച്ഛൻ്റെ കുറ്റമായി ഇതെല്ലാം. രോഷത്തോടെയും സങ്കടത്തോടെയും ഇത് പറഞ്ഞിട്ട് ബബിത അരിശം കൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ബാലചന്ദ്രമേനോൻ മനുശങ്കറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താ വീട്ടിൽ പോകാതിരുന്നത്? അതോ പോയിട്ട് വീണ്ടും മടങ്ങി വന്നതാണോ? ഇല്ല അങ്കിൾ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചതാണ്. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ബാലചന്ദ്രമേനോൻ അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ അകത്തേക്ക് കയറിയ മനുശങ്കർ കൃഷ്ണജയെ വിളിച്ചിട്ട് അത്താഴം വിളമ്പിക്കൊള്ളാൻ പറഞ്ഞു. ബബിതയെ കൂടി വിളിച്ചു. രോഹിത്തെ, നീ ഒരു കൈ സഹായിക്കണം കേട്ടോ. രോഹിത്തും സമ്മതം മൂളിയിട്ട് അവന്റെ മുറിയിലേക്ക് പോയി. ബാലചന്ദ്രമേനോൻ കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ മനുശങ്കർ മുറിയിൽ നിൽപ്പുണ്ട്. മനുശങ്കറിനെ കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താ എന്നെ കാത്തു നിൽക്കുക? അത്താഴം കഴിക്കണ്ടേ, അത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ കണ്ണാടിയുടെ മുൻപിലേക്ക് പോയി മുടി ചീകിക്കൊണ്ട് നിൽക്കുമ്പോൾ, അങ്കിളിന് വിഷമമൊന്നുമില്ലേ അലീനയെ അവിടെ വിട്ടിട്ട് പോന്നിട്ട്? ബാലചന്ദ്രമേനോൻ നിലക്കണ്ണാടിയിൽ തെളിഞ്ഞ മനുശങ്കറിന്റെ പ്രതിച്ഛായയിലേക്ക് നോക്കിയിട്ട്, വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അവളെ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ, നീ ഉപേക്ഷിച്ചോ? അതല്ല അങ്കിളെ, നമ്മുടെ നോട്ടവും കരുതലും എത്താത്ത ഒരു സ്ഥലത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്കിൾ എന്തിനാ എൻ്റെ അടുത്ത് മറയ്ക്കുന്നേ? അലീനയെപ്പറ്റി എല്ലാം അറിയാവുന്നവനല്ലേ ഞാൻ. ഉടനെ ബാലചന്ദ്രമേനോൻ ശബ്ദം താഴ്ത്തി മനുവിനോട് പറയുകയാണ്, നീ ആ വാതിലടച്ചിട്ടിങ്ങി വന്നേ, നിന്നോട് ഞാൻ പറയാം. മനുശങ്കർ വേഗം ചെന്ന് വാതിലടച്ചു. തുടർന്നവൻ ബാലചന്ദ്രമേനോന്റെ പിൻപിൽ വന്നു നിന്നു. അയാൾ അവൻ അഭിമുഖമായി തിരിഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്താ അറിയേണ്ടത്? അല്ല അങ്കിൾ എൻ്റെ അടുത്ത് ഒരു സസ്പെൻസ് ഇട്ടിരുന്നുവല്ലോ ഇന്നലെ, അലീനയെ അവളുടെ ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ പോവുകയാണെന്ന്. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആരാ അങ്കിളേത്? അത് അവളുടെ അച്ഛൻ തന്നെയാണ്. അത് കേട്ടപ്പോഴേക്കും മനുശങ്കർ സ്തബ്ധനായിപ്പോയി. അവിശ്വാസത്തോടെ അവൻ്റെ കണ്ണുകൾ മിഴിച്ചു. അലീനയുടെ അച്ഛനോ? അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അലീനയെ ഞാൻ അയാളുടെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചത്. ആരാണെങ്കിലേ അത്? അത് നീ രഹസ്യമായിട്ട് സൂക്ഷിക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്കിളിന് എന്നെ ഒട്ടും വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നോടിപ്പോൾ സംസാരിക്കാൻ ഞാൻ തയ്യാറായത്. എന്നാൽ നീ കേട്ടോ, ഒരു റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, ജയന്തി ആഗ്രയിൽ പോയി ഗംഗേട്ടനോടൊപ്പം താമസിച്ചിരുന്ന കാലത്ത് അയാളുടെ ക്യാപ്റ്റനോ മറ്റോ ആയിരുന്നു. അങ്ങനെയാണ് പരിചയവും ബന്ധവുമൊക്കെ ഉണ്ടായത്. പുനലൂരിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് അയാളുടെ തറവാട്. തൽക്കാലം ഇത്ര അറിഞ്ഞാൽ പോരെ നിനക്ക്? ക്രിസ്ത്യൻ കുടുംബമാണ് അയാളുടേത് എന്ന് കേട്ടപ്പോൾ മനുശങ്കറിന്റെ മുഖത്ത് നാനാതരം ഭീതികളുടെ മുറുക്കം ബാലചന്ദ്രമേനോൻ ശ്രദ്ധിച്ചു. മനുശങ്കർ തുടർന്ന് പറയുകയാണ്, അപ്പോൾ അങ്കിൾ വെറുതെ പറഞ്ഞതല്ല എനിക്കവളെ നഷ്ടപ്പെട്ടേക്കുമെന്ന് അല്ലേ? മുഖമുയർത്തി ബാലചന്ദ്രമേനോൻ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്ത ആശങ്കയും പരിഭ്രമവും നിഴലിച്ചു നിൽക്കുന്നത് അയാൾക്ക് കാണുവാൻ കഴിഞ്ഞു. മനുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബാലചന്ദ്രമേനോൻ പറയുകയാണ്, അവരെല്ലാവരും അവളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ. ബാലചന്ദ്രമേനോൻ പൂർത്തിയാക്കാത്ത തൻ്റെ വാക്കുകൾ നിർത്തി. എങ്കിലും മനുശങ്കറിന് അതിൻ്റെ പൊരുൾ മനസ്സിലായി.
അവൻ്റെ മനസ്സ് വല്ലാണ്ട് ഇടിഞ്ഞുപോയി. മഴത്തോരു മുൻപേ എന്ന പരമ്പരയിൽ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വളരെ നിർണായകവും സങ്കീർണവുമായ ദൃശ്യാവിഷ്കാരങ്ങൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.